അവരവർക്ക് പോണ പോലെ ഇഷ്ടമുള്ള പോണ പോലെ പോവാം. അവരുടെ തീരുമാനത്തിന് അവർ വണ്ടി ഓടിക്കണേ. നിയമപാലകന്മാർ തന്നെ തെറ്റായിട്ട് ഓടിക്കുന്നു. പിന്നെ KSRTC-ക്കാർ കുറ്റം പറഞ്ഞ എന്തിനാണ്? സാധാരണ KSRTC-ലാണെങ്കിൽ പോലും ഒരു ഓവർ സ്പീഡ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഞങ്ങൾ ആനവണ്ടിയാണ്, ഞങ്ങൾക്ക് എന്തുമാകാം. നിയമങ്ങൾ കാറ്റിൽ പറത്തി നിരത്തിലോടുന്ന KSRTC-യുടെ തേരോട്ടം അംഗീകരിക്കാവുന്നതാണോ? എന്താണ് ജനങ്ങൾക്ക് പറയാനുള്ളതെന്ന് ചോദിച്ചറിയാം. നമ്മുടെ KSRTC ബസ്സുകൾ നിരത്തിലൂടെ എല്ലാ നിയമങ്ങളും പാലിച്ചാണ് പോകുന്നതെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലില്ല. ഒരു സ്റ്റോപ്പിലും നിർത്തൂല എന്ന് വെച്ചാ അവര് തിരക്കണ്ട് അവിടെ നിർത്തത്തില്ല. മെയിൻ സ്റ്റോപ്പിലായിട്ടൊന്നും നിർത്തത്തില്ല. അവരവർക്ക് പോണ പോലെ ഇഷ്ടമുള്ള പോണ പോലെ പോവാം. നോക്കണില്ല അവർക്ക് അവരുടേതായ ഇഷ്ടത്തിന് അങ്ങനെ പോണത് അത് ഒരിക്കലും ശരിയല്ല. അവരുടെ തീരുമാനത്തിന് അവർ വണ്ടി ഓടിക്കണേ. അല്ലാണ്ട് അവരുടെ പൈസയ്ക്ക് വേണ്ടി ചെയ്യണയാണോ അതോ എന്താണ് കറക്റ്റായിട്ട് എനിക്കറിയാൻ പാടില്ല. അതിനെക്കുറിച്ച് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ശരി, നിയമപാലകന്മാർ തന്നെ തെറ്റായിട്ട് ഓടിക്കുന്നു. പിന്നെ KSRTC-ക്കാർ കുറ്റം പറഞ്ഞ എന്തിനാണ്? അവരും ലെഫ്റ്റിൽ കൂടിയും റൈറ്റിൽ കൂടിയൊക്കെ ഓവർടേക്ക് ചെയ്ത് കയറി വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തുള്ള പ്രശ്നങ്ങൾ. മാക്സിമം എൻ്റെ ഇതിൻ്റെ കാഴ്ചപ്പാടിൽ മാക്സിമം അവർ നിയമം പാലിച്ച് തന്നെയാണ് ഓടിക്കുന്നത്. റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൂടി ഓടിക്കുന്നുണ്ട് അവർ. അല്ലാതെ ഹൈവേയിൽ വരുമ്പോൾ അവർ സ്പീഡ് ലൈനിൽ കൂടി കയറി പോകുന്നുണ്ട്. ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ നിയമം ലംഘിച്ചൊക്കെ പോകണമെന്ന്. നിയമം ലംഘിച്ച് പോകുന്നത് മൊത്തത്തിൽ ഇവിടെ റോഡ് ബ്ലോക്ക് വരുമ്പോഴാണ് തെക്കോട്ടും വടക്കോട്ടും കട്ട് ചെയ്തുകൊണ്ട് കയറി പോകണം. അത് എല്ലാവരും പോകണുണ്ട്. ശരിയല്ലേ? ഇല്ല, എല്ലായ്പ്പോഴും അല്ല. അങ്ങനെ പറയാൻ കാരണം നമ്മൾ പലപ്പോഴും KSRTC-യിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും ഒരു സാധാരണ KSRTC-ലാണെങ്കിൽ പോലും ഒരു ഓവർ സ്പീഡ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഓവർടേക്ക് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ. പിന്നെ അവർ പാലിക്കുന്നുണ്ട്, എല്ലാവരും അല്ല, കുറച്ച് പേര്. എല്ലായിടത്തും ഉണ്ടാവില്ല. 100-ൽ ഒരു 80% നല്ലവരാണെങ്കിൽ 20% ചിലപ്പോൾ മോശം ഇത് ചെയ്യുന്നവരുണ്ടാവും. അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. അത് എല്ലാം ക്ലിയർ ആണെന്ന് പറയാൻ പറ്റില്ല. ചില ആൾക്കാർ എന്തോ എന്താണെന്ന് അറിയാൻ പാടില്ല. ഒരു ഇതില്ലാത്ത പ്രൈവറ്റ് ബസ്സുകാർ പോകണവരെ ചില ഇത് പോകാറുണ്ട്. അപ്പോൾ അത് എന്താണെന്നുള്ളത് അറിയാൻ പാടില്ല. അപ്പോൾ ഇതാണ് എല്ലാ ചെറുപ്പക്കാരുമാണ് കാലം ഡ്രൈവേഴ്സ്. എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ ഒന്നുകൂടി ചിന്തിക്കണം. അതെ, നിയമം ചെറുതായിട്ടൊക്കെ എല്ലാത്തിലും ലംഘിക്കുന്നുണ്ട്. അതിനെ കർശനമായിട്ട് നമ്മൾ നേരിടണം. പിടിച്ചു കഴിഞ്ഞാൽ അതിന് നല്ലതായിട്ടുള്ള ശിക്ഷ പരിഹാരങ്ങൾ ചെയ്യണം. അതിനൊരു എന്താണ് അതിന് പറയണ ഒരു പരിഹാരം, ഒരു ഇത് കൊടുക്കണം, പണിഷ്മെന്റ്. അങ്ങനെയില്ല, എല്ലാ ഇതിലും എല്ലാവർക്കും ശ്രദ്ധിക്കാൻ പറ്റില്ല. എപ്പോഴും എല്ലാം ശ്രദ്ധിക്കാൻ പറ്റില്ല. പല പല കാര്യങ്ങൾ, ഒരു കാര്യം മാത്രമല്ല, പല കാര്യങ്ങളില്ലേ. അപ്പോൾ അതിൽ ഇങ്ങനെ കിടക്കും. അതിങ്ങനെ കുറേശ്ശൊക്കെ നന്നായും പോവും, ചീത്തയായി പോവും.